നമസ്കാരം. ചൈനീസ് ഡിഷുകളെ പറ്റി നമ്മുടെ പൊതുവായ ഒരു ധാരണ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്ത് അത്ര ഹെൽത്തി അല്ലാത്ത ഒരു പാചക രീതി എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചൈനീസ് ഡിഷ്, ചിക്കൻ വിത്ത് ബ്രോക്കലി ആൻഡ് മഷ്റൂംസ്. ഒലി മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ബ്രോക്കലി ഉപ്പിട്ട വെള്ളത്തിൽ ഇതുപോലെ ഏകദേശം 1 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അത് ഐസ് ബാത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ പ്രോസസ്സിനെയാണ് ബ്ലാഞ്ചിങ് ആൻഡ് ഷോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ബ്രോക്കലിയിലുള്ള ചെറിയ കയ്പൊക്കെ മാറി കിട്ടാൻ സഹായിക്കുന്നതെന്ന് തന്നെയല്ല, ഇനി ഇത് നമുക്ക് കൂടുതൽ കുക്ക് ചെയ്യുകയും വേണ്ട. അടുത്തായിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ച് ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ബോൺലെസ് ചിക്കൻ അതിൻ്റെ ഒരു സൈഡ് മീഡിയം ഹീറ്റിൽ ഏകദേശം 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ അത് സോൾട്ടും പെപ്പറും ഉപയോഗിച്ചൊന്ന് സീസണും കൂടി ചെയ്തെടുക്കാം. ഇനി ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനു വേണ്ടി ഒരു സോസ് തയ്യാറാക്കാം. അതിനായിട്ട് പെപ്പർ, 7-8 തുള്ളി സെസമി സീഡ് ഓയിൽ, വെനിഗർ, ഷുഗർ, കോൺസ്റ്റാർച്ച് ഞാനിവിടെ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഗ്രേവിക്ക് നല്ല തിക്നെസ് വേണമെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ ചേർക്കാം. സോയ് സോസ്, കൂടാതെ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ 2 മാഗി ക്യൂബ്സ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിച്ചെടുത്തത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവിക്കുള്ള പ്രിപ്പറേഷൻ റെഡിയായി. ചിക്കൻ്റെ ഒരു സിംഗിൾ സൈഡ് 5 മിനിറ്റോളം കുക്കായി. ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് 2-3 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം 3-4 മുളകിട്ട് ഒന്ന് പൊള്ളിച്ചെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും ഇത് രണ്ടും നമുക്ക് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതുപോലെ 2-3 മിനിറ്റ് ഇളക്കിയെടുത്ത് നമുക്ക് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ബ്രോക്കലി ചേർക്കാൻ സമയമായി. ബ്രോക്കലി ചേർത്ത് ഒരു 10 സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഈ സോസ് ചേർത്ത് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കലി മഷ്റൂം ചിക്കൻ റെഡിയായി. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണത്. അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്കത് എൻജോയ് ചെയ്യാവുന്ന പ്ലെയിൻ റൈസിൻ്റെ അല്ലെങ്കിൽ സ്റ്റീംഡ് റൈസുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ ഇത് സെർവ് ചെയ്യുമ്പോഴാണ്. ഈ ഡിഷ് ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ഇടാനും ലൈക്ക് തരാനും മറക്കരുത്. മറ്റൊരു മറുനാടൻ രുചിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.